ചെങ്കോട്ട സ്ഫോടന കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. അൽഫല സർവകലാശാല ജീവനക്കാരനാണ് പിടിയിലായത്. സൊയാബ് ഓഫ് ധ്വജ് എന്നയാളാണ് NIA കസ്റ്റഡിയിലുള്ളത്. ഇതോടെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായവരുടെ എണ്ണം 7ആയി. അതേസമയം സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്നതിനുള്ള വസ്തുക്കൾ രാജ്യത്ത് സുലഭമെന്നാണ് NSGയുടെ റിപ്പോർട്ട്. സുരക്ഷിതമെന്ന് കരുതുന്ന ഗ്രാമങ്ങളിൽ പോലും സ്ഫോടനങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ടെന്നും 2023 അപേക്ഷിച്ച് IED സ്ഫോടനങ്ങളിൽ 60% വർധനവുണ്ടായെന്നും അമിത്ഷായ്ക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അഭിലാഷ്, ഈ ചെങ്കോട്ട സ്ഫോടന കേസിൽ ഇന്ന് പിടിയിലായ ഈ അൽഫല സർവകലാശാല ജീവനക്കാരന് ഉള്ള പങ്ക് എന്താണ് NIAയുടെ കണ്ടെത്തൽ? ടോം, സൊയാബ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഈ ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയായ സ്ഫോടനത്തിൽ ചാവേറായ ഉമർ നബിയുമായി ബന്ധപ്പെട്ട് അയാളുടെ സഹായിയായി പ്രവർത്തിക്കുന്ന യുവാവാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഇയാൾ ഫരീദാബാദിലെ അൽഫല യൂണിവേഴ്സിറ്റിയിൽ ഒരു സ്റ്റാഫായി ജോലി ചെയ്യുന്നു എന്നുള്ളതാണ് വിവരം. ഇയാൾ ഇതുമായി ബന്ധപ്പെട്ട് ഉമർ നബിയെ വിവിധ പ്രദേശങ്ങളിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്തു. അയാൾക്ക് സഞ്ചരിക്കാനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്തു. മാത്രമല്ല, ഈ സ്ഫോടന വസ്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിക്കാനും ഇയാൾ പറയുന്നിടത്തൊക്കെ കൊണ്ടുപോകാനും ഒക്കെ ഈ സൊയാബ് എന്ന് പറയുന്ന യുവാവ് സഹായിച്ചു എന്നുള്ളതാണ് ഇയാൾക്ക് മേൽ കണ്ടെത്തിയിരിക്കുന്ന കുറ്റം. അതുമായി ബന്ധപ്പെട്ടാണ് ഈ യുവാവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇയാൾക്ക് ഇതിന് നേരത്തെ ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള മറ്റ് ആൾക്കാരുമായി ബന്ധമുണ്ടെന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അതായത് മുസമ്മിൽ ഷക്കീലും ഷഹീൻ സയ്യിദും അടക്കമുള്ള ആളുകൾ, അതുപോലെ അലി അഹമ്മദ് തുടങ്ങിയിട്ടുള്ള ആളുകൾ, ഇവരുമായൊക്കെ ഈ യുവാവിനും ബന്ധമുണ്ടതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. നിലവിൽ അൽഫല കോളേജുമായി ബന്ധപ്പെട്ട് 7 പേർ, 6ഓളം പേരും അറസ്റ്റിലായിട്ടുള്ള 6-7 പേരിൽ മിക്കവരും അൽഫല കോളേജുമായി ബന്ധപ്പെട്ടുള്ളവരാണ്. അപ്പോൾ മാത്രമല്ല, ആ കോളേജിൻ്റെ ചെയർമാൻ അടക്കം ഇപ്പോൾ EDയുടെ കസ്റ്റഡിയിലുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് മറ്റൊരു സ്റ്റാഫ് കൂടി ഇപ്പോൾ NIAയുടെ കസ്റ്റഡിയിൽ ആയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ആശങ്ക ഉയർത്തുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. കാരണം വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകൾ, യുവാക്കളായിട്ടുള്ള ആളുകളെല്ലാം ഭീകരവാദ പ്രവർത്തനത്തിലേക്ക് നേരിട്ട് കടക്കുകയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്ഫോടനങ്ങൾ പദ്ധതിയിടുന്നവർക്ക് സഹായിയായിട്ട് എത്തുകയോ ചെയ്യുന്ന ആശങ്ക പരത്തുന്ന കാര്യമാണ്. മാത്രമല്ല, അൽഫല കോളേജിൽ നിരവധി കുട്ടികൾ ഇപ്പോൾ പഠിക്കുന്നുണ്ട്. ആ കോളേജിൽ ഇപ്പോൾ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ പഠിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കൾക്കടക്കം വലിയ രീതിയിലുള്ള ആശങ്കയുണ്ട്. ആ കോളേജ് മാറ്റാനെന്ന് വെച്ചാൽ ഒരു വർഷം, ആ കുട്ടികളുടെ ഒരു വർഷം ഭാവിയിൽ നിന്ന് നഷ്ടമാകും. അവർക്ക് പഠിക്കാനുള്ള ഒരു അവസരം കുറയും. അതുകൊണ്ട് തന്നെ പഠിക്കാൻ വിടണം, പക്ഷേ അൽഫല കോളേജിൽ പഠനം തുടരാനും വയ്യ തുടങ്ങിയിട്ടുള്ള ആശങ്കകളുണ്ട്. കാരണം തൻ്റെ മക്കൾ ആരോടാണ് കൂട്ടുകൂടുന്നതെന്ന് അവർക്ക് തിരിച്ചറിയാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അതിൽ ഭീകരവാദികളുണ്ടോ, ഭീകരവാദ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അത്തരം ആശങ്ക സ്വാഭാവികമാണ്. അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ സർവകലാശാലയുടെ ചെയർമാൻ അടക്കം അറസ്റ്റിലാകുന്ന ഈ തീവ്രവാദ കേസിൽ അറസ്റ്റിലാകുന്ന ഒരു പശ്ചാത്തലം, ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ അൽഫല സർവകലാശാലയുടെ ഏറ്റവും ഉന്നതരടക്കം 7 പേരാണ് നിലവിൽ പിടിയിലായിട്ടുള്ളത്. കൂടുതൽ പേർ നിരീക്ഷണത്തിലുണ്ടോ? കൂടുതൽ അറസ്റ്റ് ഈ ദിവസങ്ങളിൽ ഉണ്ടാകുമോ? ടോം, തീർച്ചയായിട്ടും ഇത് 7 പേരാണ് കസ്റ്റഡിയിലുള്ളതെങ്കിലും നിരവധി ആളുകൾ, അതായത് ജമ്മുവിലെ അനന്തനാഗിലെ ഡോക്ടർമാരും അവിടുത്തെ വിദ്യാർത്ഥികളും, അതുപോലെ ഈ അൽഫല കോളേജുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഡോക്ടർമാർ, അവിടുത്തെ വിദ്യാർത്ഥികൾ, ഈ ഡോക്ടർമാരുടെ അക്കൗണ്ടുകൾ, അതായത് ഈ ചെയർമാൻ അടങ്ങുന്ന ബോർഡ് ട്രസ്റ്റികളാണ് ഇവർക്ക് സാലറി കൊടുക്കുന്നത്. അപ്പോൾ ഈ സാലറി കൊടുക്കുന്ന പണത്തിൻ്റെ സ്രോതസ്സ്, അതുപോലെ ഈ സാലറി വാങ്ങുന്ന ഡോക്ടർമാരുടെ അക്കൗണ്ടുകൾ, അവരുടെ അക്കൗണ്ടുകളിൽ ഏതൊക്കെ തരത്തിലാണ് പണം വരുന്നത്, അതുപോലെ ഇവർ ഫോൺ ചെയ്ത ആളുകൾ, ഇവർ ഫോണിൽ സംസാരിക്കുന്ന ആളുകൾ. മാത്രമല്ല, ഇതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഉമർ നബി ഒരു സൂയിസൈഡ് ബ്ലാസ്റ്റുമായി ബന്ധപ്പെട്ട് ഈ ഭീകരപ്രവർത്തനത്തിന് എത്തുന്ന ആളുകൾക്ക് ക്ലാസ് എടുക്കുന്ന തരത്തിലൊരു വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ ന്യൂസ് 18 തന്നെ പുറത്തുവിട്ടിരുന്നു. അതിന് ആ വീഡിയോ ആരാണ് കണ്ടത്, അത് ആരൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം സാങ്കേതിക വിദഗ്ധരുടെ സഹായത്തോടെ NIAയുടെ നിരീക്ഷണത്തിലാണ്. അങ്ങനെ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നതിൻ്റെ എത്രയോ ഇരട്ടി ആളുകൾ ഇപ്പോൾ NIAയുടെ നിരീക്ഷണത്തിലുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. മാത്രമല്ല, ഇതിനു മുമ്പ് ഈ അൽഫല കോളേജിലെ ഡോക്ടർമാരും ചില സ്റ്റാഫുകളും അടക്കം 10ഓളം പേരെ കാണാനില്ല എന്നുള്ള റിപ്പോർട്ട് വന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകളൊന്നും പിന്നീട് വന്നിട്ടില്ലെങ്കിൽ പോലും അവരെ കണ്ടെത്തിയോ, അവരാരൊക്കെയാണെന്നുള്ള അപ്ഡേറ്റുകൾ വിവരം പുറത്തു വരാത്ത സാഹചര്യം എന്ന് പറയുന്നത് അതിലെന്തെങ്കിലും ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് എന്നുള്ളൊരു അനുമാനത്തിലാണ് ആളുകൾ. അതുകൊണ്ട് തന്നെയാണ് അത്തരം വാർത്തകൾ പിന്നീട് പുറത്തു വരാത്തതെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. അതായത് ഇതുമായി ബന്ധപ്പെട്ട് ജമ്മുവിലും, അതുപോലെ ജമ്മു, ബീഹാർ, ഉത്തർപ്രദേശ്, ഡൽഹി, ഹരിയാന, പഞ്ചാബ് തുടങ്ങിയ മിക്ക നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും വലിയ രീതിയിലുള്ള നിരീക്ഷണങ്ങൾ നടക്കുകയാണ്. മാത്രമല്ല,
കർണാടകയിലും ചില ലിങ്കുകൾ. പക്ഷേ അതോടൊപ്പം അഭിലാഷ്, ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം കൂടി പുറത്തു വന്നത്, സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്നതിനുള്ള വസ്തുക്കൾ രാജ്യത്ത് സുലഭമെന്ന NSCയുടെ റിപ്പോർട്ട്. സുരക്ഷിതമെന്ന് കരുതുന്ന ഗ്രാമങ്ങളിൽ പോലും സ്ഫോടനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സാധാരണ നമുക്കറിയാം, നഗരങ്ങളിലാണ് ഈ രീതിയിലുള്ള തീവ്രവാദ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഈ ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലും കൂടുതൽ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള സ്ഫോടനങ്ങൾക്ക് പദ്ധതിയിട്ടതായി വിവരങ്ങൾ വന്നിരുന്നു. പക്ഷേ NSCയുടെ റിപ്പോർട്ടിൽ ഓരോ ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച് സ്ഫോടനങ്ങൾക്ക് പദ്ധതിയിട്ടതായി സൂചനകൾ വരുന്നു. ആശങ്കപ്പെടുത്തുന്നൊരു സാഹചര്യമാണ് ഇത്. എവിടെയൊക്കെയാണ് ഇവർ പദ്ധതിയിട്ടത്, സ്ഫോടനത്തിന് പദ്ധതിയിട്ടതെന്ന് സംബന്ധിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ടോം, ഇത് NSG ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് നൽകിയ റിപ്പോർട്ടിലാണ് ഇത്തരം ചില കാര്യങ്ങൾ പുറത്തു വരുന്നത്. അതായത് രാജ്യത്ത് പലയിടങ്ങളിലും ഈ IED ഉണ്ടാക്കാനായിട്ട് വളത്തിൽ നിന്ന് അമോണിയം നൈട്രേറ്റ് വേർതിരിച്ചെടുത്തവരെ ഇവർക്ക് IED പോലുള്ള എക്സ്പ്ലോസീവ്സ് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അത്തരം സാധനങ്ങൾ നമുക്ക് എളുപ്പത്തിൽ ഈ ആളുകൾക്ക്, ഭീകരർക്ക് വാങ്ങാനായിട്ടുള്ള സാഹചര്യം ഇന്ന് ഇന്ത്യയിലുണ്ട്. അത് ഒഴിവാക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും NSG ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് ഇതിന് ആവശ്യമായിട്ടുള്ള രാസപദാർത്ഥങ്ങൾ, ഇലക്ട്രിക് വയറുകൾ തുടങ്ങിയിട്ടുള്ള സംഭവങ്ങൾ, മെഷീൻ അടക്കമുള്ള ചില സാധനങ്ങൾ നമുക്ക് സാധാരണ പോലെ ഒരു വാച്ച് കടയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു കെമിക്കൽ സാധനങ്ങൾ വാങ്ങുന്ന വളക്കടയിൽ നിന്ന് വരെ ഇവർക്ക് ആളുകൾക്ക് ഇത് വാങ്ങാനും അത് പിന്നീട് എക്സ്ട്രാക്ട് ചെയ്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മാത്രം എടുത്ത് ഒരുമിച്ച് ചേർത്ത് അതൊരു സ്ഫോടക വസ്തുവാക്കാനുള്ള സാധ്യതകളുണ്ട്. മാത്രമല്ല ഇതെങ്ങനെയാണ് ഇത്തരം സാധനങ്ങളിൽ നിന്ന് ബോംബുണ്ടാക്കാൻ കഴിയുന്നത് എന്നടക്കമുള്ള വീഡിയോ പാകിസ്ഥാനിൽ നിന്നടക്കം ഇവർക്ക് ലഭിക്കുന്നുണ്ട്. അത് നേരത്തെ മുസമ്മിൽ ഷക്കീറിൻ്റെ മൊബൈൽ ഫോണിൽ നിന്ന് NIA സംഘം കണ്ടെടുത്തതാണ്. അതുമായി ചേർത്ത് വയ്ക്കാവുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ NSG ആഭ്യന്തരമന്ത്രിക്ക് നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഏതു മേഖലയിൽ നിന്നും, അതായത് സാധാരണ ചില പ്രത്യേക മേഖലകളാണ് അതീവ സുരക്ഷാ മേഖലയായി നമ്മൾ കാണുന്നത്. പക്ഷേ അതിനപ്പുറം എവിടെ ഇരുന്നും, ഏതു മേഖലയിലിരുന്നും, ഏത് കുഗ്രാമത്തിലിരുന്നും ഇവർക്ക് ഇവരുടെ നെറ്റ്വർക്ക് പ്രവർത്തിപ്പിക്കാൻ കഴിയുമെന്നും അതുമായി ബന്ധപ്പെട്ട് എവിടെയിരുന്നും അവർക്ക് ആവശ്യമായിട്ടുള്ള എക്സ്പ്ലോസീവ്സ് ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതും ആണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ഇന്ത്യയിലെ ഏതൊരു പ്രദേശവും നമ്മൾ എത്ര സുരക്ഷിതമാണെന്ന് വിചാരിക്കുന്ന പ്രദേശങ്ങൾ പോലും, ഈവൻ ഗ്രാമപ്രദേശം പോലും അതീവ ഏത് നിമിഷം വേണോ ഒരു സ്ഫോടനം ഉണ്ടാകാൻ സാധ്യതയുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കടന്നു പോകുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം മുൻനിർത്തി ആഭ്യന്തര മന്ത്രാലയം കൃത്യമായ രീതിയിലുള്ള നിർദ്ദേശങ്ങളും അതുപോലെ ജാഗ്രതയും പുലർത്തണം. ഇത്തരം സാധനങ്ങൾ, അതായത് ഒരു IED പോലുള്ള ബോംബുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ട സാമഗ്രികളുള്ള സാധനങ്ങൾ വാങ്ങുന്നതിന് പ്രത്യേക കർശന നിയന്ത്രണം ഏർപ്പെടുത്തണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഉന്നയിക്കുന്നു. മാത്രമല്ല 2023 അപേക്ഷിച്ച് 2024 60% ഇത്തരം എക്സ്പ്ലോസീവ് സ്ഫോടനം പൊട്ടിത്തെറിക്കുന്നത് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് അതീവ ജാഗ്രതയോടെ കാണേണ്ട കാര്യമാണ്. ഇതിനായി ഇൻഫിൽട്രേഷൻ, പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറ്റം ഉണ്ടെന്നുള്ള വിവരം കൂടി NSG പുറത്തു വിടുന്നുണ്ട്. അതിന് സഹായിക്കുന്ന രീതിയിലുള്ള ഡ്രോണുകൾ, അതുപോലെ സായുധ ഭീകരരുടെ സഹായങ്ങളെല്ലാം ഈ നുഴഞ്ഞുകയറ്റത്തിനുണ്ട്. ഇങ്ങനെ നുഴഞ്ഞുകയറ്റത്തിൽ രാജ്യത്തെത്തുന്ന ആളുകളും അതുപോലെ അവർ പ്രചരിപ്പിക്കുന്ന ഇത്തരം ഭീകരവാദവുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിക്കുന്ന വീഡിയോകളും എളുപ്പത്തിൽ എല്ലായിടത്തും പ്രചരിക്കുന്നുണ്ട്. ഇത് ആളുകളിലേക്ക് എത്തുന്നുണ്ട്. ഇക്കാര്യങ്ങളിലെല്ലാം ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കർശനമായ നിയന്ത്രണവും നിരീക്ഷണവും വേണമെന്നുള്ളതാണ് NSGയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ടോം, വ്യക്തമാണ്. അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. കുപ്രസിദ്ധ മോഷ്ടാവ് ബണ്ടി ചോർ തിരുവനന്തപുരത്ത് കസ്റ്റഡിയിൽ. ദേവിന്ദർ സിംഗിന്റെ കേരളത്തിലേക്കുള്ള വരവിന്റെ പിന്നിലെന്ത്? വിശദമായി പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം.